അസ്സലാമു അലൈക്കും. ഏറ്റവും സ്നേഹം നിറഞ്ഞ 5ാം ക്ലാസ്സിലെ കുട്ടികളെ, പൊതുപരീക്ഷ തജ്വീദ് ലിസാനിന് കഴിഞ്ഞ 4 വർഷം വന്ന ചോദ്യങ്ങൾ നമുക്ക് നോക്കി പഠിച്ച് ടോപ്പ് പ്ലസ് തന്നെ നമുക്ക് ഉറപ്പിക്കണം. ഈ പേപ്പറിൽ ഒന്നാമത്തെ ചോദ്യം സാധാരണ പോലെ യോജിപ്പിക്കാനാണ്. ഒന്നാമതായിട്ട്, പതിവാക്കൽ മഹത്തായ സുന്നത്താണ് എന്ത്? ലൗ അൻസൽന, അല്ലേ? അത് ആയത്തിൽ പെട്ടതാണ് അല്ലേ. 2, മാലിയ എന്നതിലെ ഹാ ഏതാണ്? ഹാ ഉസക്തയാണ് അല്ലേ. 3, അർ-റഹ്മാനി എന്നതിലെ ഹംസ അതെന്ത് ഹംസയാണ്? ഹംസത്തുൽ വസ്ലാണ് അല്ലേ. അതിലേക്ക് നമ്മൾ ബിസ്മി ചേർത്താൽ ബിസ്മില്ലാഹി റഹ്മാനി എന്ന് പറയാം. അവിടെ നമ്മൾ ഒരിക്കലും ബിസ്മില്ലാഹി അർ-റഹ്മാനി എന്ന് പറയില്ല അല്ലേ. അതുകൊണ്ടത് ഹംസത്തുൽ വസ്ൽ ആണ്. ഫീ അഹ്സനി തഖ്വീം, ഇതിലെ ഹംസ എന്താണ്? ഹംസത്തുൽ ഖത്അ് ആണ്. അവിടെ ഒരിക്കലും നമ്മൾ ഫിഹ്സനി തഖ്വീം എന്നൊന്നും പറയില്ല. ഫീ അഹ്സനി എന്ന് തന്നെ ക്ലിയർ ആയിട്ട് പറയും കേട്ടോ. ഹംസ ഒരിക്കലും അവിടെ പോകൂല. ശ്വാസം വിടാൻ വേണ്ടി കെലിമത്തിൻ്റെ അവസാനത്തിൽ നിർത്തലാണെന്ത്? വഖഫ് അല്ലേ. 1 മിനിറ്റ്. കഴിഞ്ഞ അർദ്ധവാർഷിക പരീക്ഷയിൽ 6 ലക്ഷത്തോളം കുട്ടികൾ 35,000 മണിക്കൂറാണ് നമ്മുടെ വീഡിയോ കണ്ടു പഠിച്ച് ആയിരക്കണക്കിന് മികച്ച അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തിയത്. റമദാനിന് ശേഷം ഒരു വർഷത്തെ ഫുൾ വിഷയങ്ങളുടെ ക്ലാസ് ഏത് സാധാരണ കുട്ടിക്കും ജോയിൻ ചെയ്യാൻ സാധിക്കാൻ വേണ്ടി വെറും 99 രൂപയ്ക്ക് നമ്മൾ മാർക്കീസിയിലൂടെ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് 1-2 ക്ലാസ്സുകാരുടെ അക്ഷരങ്ങൾ നിയമപ്രകാരം എഴുതി പഠിപ്പിക്കുന്നു, ഹോംവർക്ക് ചെയ്ത് പഠിപ്പിക്കുന്നു. രക്ഷിതാക്കൾക്ക് ഇനി രാത്രി ബുദ്ധിമുട്ടുകയേ വേണ്ട. 5-7 ക്ലാസ്സുകാരുടെ ലിസാന്, തജ്വീദ്, ഖുർആൻ ഈസിയാക്കി തരുന്നു. 8-9 ക്ലാസ്സുകാരുടെ അറബി വിഷയങ്ങൾ രാത്രി ഇനി ഈസിയായി പഠിക്കാം. അടുത്ത വർഷത്തെ 1, 2, 5, 7, 8, 9 ക്ലാസ്സുകാർക്കാണ് ഈ കോഴ്സ്. എല്ലാ മാസവും ഗെയിം രൂപത്തിലുള്ള ക്ലാസ് പരീക്ഷകൾ, ക്യാഷ് പ്രൈസുകൾ. പാദവാർഷിക, അർദ്ധവാർഷിക, വാർഷിക പൊതുപരീക്ഷയ്ക്ക് കഴിഞ്ഞ 3-4 വർഷത്തെ പേപ്പർ റിവിഷനിലൂടെ ഫുൾ മാർക്ക് നേടാനും മദ്രസയിൽ അവധിയായ ക്ലാസുകൾ വീണ്ടെടുക്കാനും മാർക്കീസിന് മക്കളോടൊപ്പമുണ്ട്. വീട്ടിലെ പണി കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുന്ന ഉമ്മമാർക്ക് ഇനി രാത്രി മക്കളെ പഠിപ്പിക്കേണ്ടി വരില്ല. ഏത് സമയത്തും ക്ലാസ്സിൽ പങ്കെടുക്കാം. എല്ലാവരും കൂടുതൽ വിവരങ്ങൾക്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലുമുള്ള ഗ്രൂപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തോളൂ. നമുക്ക് ശരി അടയാളപ്പെടുത്താനാണ് കേട്ടോ. ഹംസിൻ്റെ അറഫിൽപ്പെട്ടതാണ് ഏത്? ഹ. വഖഫ് മുത്തലക്കിൻ്റെ അടയാളമാണ് ത്വാ. ത്വാഇൻ്റെ മഖറജിൽ നിന്ന് പുറപ്പെടുന്ന മറ്റൊരു ഹർഫാണ് താ. ബസറക്കാരനായ ഖാരി ആരാണ്? അബൂ അംർ കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാന എഴുത്തുകാരനാണ് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ഇനി നമുക്ക് വ്യക്തമാക്കാനാണ് കേട്ടോ. കൂഫയിലേക്ക് കൊടുത്തയച്ച മുസ്ഹഫിൻ്റെ കൂടെ പറഞ്ഞയക്കപ്പെട്ടവരാരാണ്? അബൂ അബ്ദുറഹ്മാനി സലമി റളിയല്ലാഹു അൻഹു. അൽ കഹ്ഫ് സൂറത്തിലെ ലാകിന്ന ഹുവല്ലാഹു എന്നത് ഓതേണ്ടത് എന്താണ്? അവിടെ എഴുതിയിരിക്കുന്നത് ലകിന്ന എന്നാണ്. ഓതേണ്ടത് എന്താ? ലാകിന്ന ഹുവല്ലാഹു. എന്താ ഓതേണ്ടത്? ലാകിന്ന ഹുവല്ലാഹു. അവിടെ എഴുതിയിട്ടുള്ളത് ലകിന്ന ഹുവല്ലാഹു കേട്ടോ. ഇനി ഹൂദ് സൂറത്തിൽ ഇമാലത്താക്കി ഓതേണ്ട കെലിമത്ത് ഏതാണ്? ബിസ്മില്ലാഹി മജ്രേഹ. പ്രത്യേകിച്ച് മജ്രേഹ. അവിടെ മജ്റാഹ എന്നൊന്നും ഓതരുത് അല്ലേ. സഫറത്ത് എന്ന മലക്കുകളോടുകൂടെ സ്വർഗത്തിൽ വസിക്കുന്നവർ ആരാണ്? ഖുർആനിൽ നൈപുണ്യം നേടിയവർ, അഥവാ ഖുർആന് സൂപ്പറായി ഓതി പഠിച്ച് ഉള്ളവർ അല്ലേ. സൂറത്ത് യാസീനിൽ സക്ത ചെയ്യേണ്ട കെലിമത്ത്, വാക്ക് അല്ലേ, അതേതാ? മിമ്മർഖദിന അല്ലേ. അവിടെ നമ്മളെങ്ങനെ ഓതുക? മിമ്മർഖദിന ഹാദാ മാ വഅദ റഹ്മാൻ. അവിടെ മർഖദിന എന്നുള്ളിടത്ത് നമ്മളൊന്ന് നിർത്തും. എന്നിട്ടാണ് പിന്നെ അല്ലേ ഒന്ന് നിൽക്കും. അവിടെ സക്ത ചെയ്യും, വഖഫല്ല, സക്ത ചെയ്യും. എന്നിട്ടാണ് പിന്നെ നമ്മൾ ഹാദാ എന്ന് തുടങ്ങി അടുത്തത് പറയല്ലേ. ഇനി നമുക്ക് പൂർത്തിയാക്കാനാണ് കേട്ടോ. കലാമുൻ ഖദീമുല്ല യുമല്ലു സമാഉഹു
تنزه عن قول وفعل ونية به أشتفي من كل داء ونوره دليل لقلبي عند جهلي وحيرتي. അല്ലേ, ഇത് ഇടയിൽ പൂരിപ്പിക്കാനുള്ള 1-2 വാക്കുകൾ, 3-4 വാക്കുകൾ മാത്രമേ പൂരിപ്പിക്കാനുള്ളൂ അല്ലേ. നമുക്ക് ഓരോ വാക്കിനും 2 വെച്ച് മാർക്കുണ്ട് അല്ലേ. ഇനി വഇദ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലക്കും തുർഹമൂൻ. അവിടെ ഖുർആന് നിങ്ങളുടെ മുമ്പിൽ ഓതപ്പെട്ടാൽ നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം, നിങ്ങളവിടെ മൗനം പാലിക്കണം, നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ കാരുണ്യം കിട്ടും. അതാണ് അവിടെ പറയുന്നത്. അവിടെ ഖുരിഅ, ഫസ്തമിഉ, അൻസിതു ഇതാണ് പൂരിപ്പിക്കാനുള്ളത്. അഥവാ ബാക്കിയുള്ളതൊരു അങ്ങനെ തന്നെ കട്ടി കൂട്ടി എഴുതിയിട്ടുണ്ടല്ലോ, അതാണ് പൂരിപ്പിക്കാനുള്ളത് കേട്ടോ. ഇനി നമുക്ക് നംലഉ ബിൽ മുനാസിബി യോജിച്ചത് ചേർത്ത് കൊടുക്കാനാണ് കേട്ടോ. അഹ്ലുൽ മദീനത്തി മദീനക്കാർ കാനു യുറഹിബൂന അവർ സ്വാഗതം ചെയ്യുകയായിരുന്നു. ആരെ? ബിൻ നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലേ. മദീനയിലേക്ക് എത്തിയപ്പോൾ അവർ സ്വാഗതം ചെയ്തു അല്ലേ. ഹഫറ ജിബ്രീൽ അലൈഹിസ്സലാം കൊയ്ച്ചു. എന്താ കൊയ്ച്ചത്? ബിഅറ സംസം കിണറാണ് കൊയ്ച്ചത് അല്ലേ. മുസ്തഖ്ബിലു ജലസൻ്റെ മുസ്തഖ്ബിൽ എന്താ വരിക? യജ്ലിസു എന്നാണ് വരിക അല്ലേ. ജലസ എന്ന് പറഞ്ഞാൽ ഇരുന്നു. അപ്പോൾ ഇനി മുസ്തഖ്ബിലാക്കണം, അഥവാ ഇനി ചെയ്യാൻ നിൽക്കുന്നതാക്കണം. അപ്പോൾ യജ്ലിസു ഇരിക്കും എന്നർത്ഥം കിട്ടുണ്ടോ. ഇനി ത്വാലിബാനി 2 വിദ്യാർത്ഥികൾ, യക്തുബാനി അവർ 2 പേരും എഴുതുന്നു. എന്താ എഴുതുന്നത്? അദ്ദർസ അവർക്കുള്ള പാഠഭാഗത്തെ. 5 ഖറഅത്തുൽ ഖുർആന ഞാൻ ഖുർആന് ഓതി. എപ്പോൾ? സ്വബാഹൻ രാവിലെ. നമുക്ക് മാളിയും മുളാരിയും വേർതിരിക്കാനാണ് കേട്ടോ. ഇതിൽ ഖറജ എന്നുള്ളത് മാളിയാണ്. എന്താ അർത്ഥം? പുറപ്പെട്ടു. ഖറഅ വായിച്ചു. ജലസ ഇരുന്നു. കതബ എഴുതി. ഒക്കെ ഫഅല എന്നതുപോലെയാണ് അല്ലേ. ഫഅല അല്ലേ. ഫഅല ഫഅല ജലസ കതബ ഖറഅ ഖറജ. ഫഅല എന്നുള്ളതല്ലേ മാദിയായ ഫീൽ. ഫഅല അവനൊരു പുരുഷൻ പ്രവർത്തിച്ചു. ഖറജ അവനൊരു പുരുഷൻ പുറപ്പെട്ടു അല്ലേ. ഇനി മുളാരി ആകുമ്പോഴോ യത്ലുഗു ഉദിക്കും. യഅ്ബുദു ആരാധിക്കും. യഖൂലു പറയും. അഥവാ അവനൊരു പുരുഷൻ കേട്ടോ, അതിനൊക്കെ അത് കൂട്ടി കൊടുക്കണം. തദ്ഹബു അവൾ പോകും അല്ലെങ്കിൽ നീ പോകും എന്നൊക്കെ അർത്ഥം. ഏതായാലും ഇതൊക്കെ എന്താണ്? മുളാരിയാണ്. നമുക്കിപ്പോൾ അതിൻ്റെ അർത്ഥമല്ല മുളാരി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് യഫ്അലു അതാണല്ലോ ഫീൽ മുളാരി. യഫ്അലു തഫ്അലു അഫ്അലു നഫ്അലു. യാ ത അ ന ഇതിലേതെങ്കിലും ഒരു അക്ഷരം അഥവാ മുളാറാത്തിൻ്റെ അക്ഷരം എന്നാണല്ലോ ഇതിന് പറയാം. ഇതിലേതെങ്കിലും ഒന്ന് തുടക്കത്തിലുണ്ടാവും അല്ലേ. ഇതിലെല്ലാത്തിലും ഉണ്ട് യാ 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 ത അല്ലേ. ഓക്കെ അല്ലേ. അപ്പോൾ അതാണ് മുളാരി. അതാണ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. അഥവാ എഫ് അലു എന്നുള്ള രൂപം ചിലപ്പോൾ എഫ് ഒലു എന്നായും വരുമേ, ചിലപ്പോൾ എഫ് ഐലു എന്നും വരും. അപ്പോൾ ഫഅല എഫ് ഒലുവിൻ്റെ ഉദാഹരണമാണ് ത്വലക യത്ലു. എന്നാലോ ഫഅല എഫ് അലുവിൻ്റെ ഉദാഹരണമാണ് ദഹബ യദ്ഹബു തദ്ഹബു. ഇനി ഫഅല എഫ് ഐലു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ളറബ യളിബു. അപ്പോൾ ഈ രൂപത്തിലൊക്കെ വരാം. വേറെ 2 രൂപം കൂടി ഉണ്ടല്ലോ കേട്ടോ. അപ്പോൾ ഒട്ടാൻ നേരം വെക്കുന്നുണ്ട്. നമ്മളിവിടെ ഉള്ളത് വിശദീകരിച്ചതാണ് കേട്ടോ. ഇനി നമുക്ക് നക്തുബുൽ മുസന്ന വൽ ജമ ലിൽ അഫ്ആലിൽ ആതിയ. താഴെയുള്ള ഫീലുകളുടെ മുസന്നയും ജംഉം നമുക്ക് കൊടുക്കണം അല്ലേ. നോക്കാം. ദറസ നസറ ഫതഹ നാമ എല്ലാം മാലിയ സുഖായി അല്ലേ. ഇനി അതിനെ മുസന്നാക്കാൻ എന്ത് കൊടുത്താൽ മതി? അതിക്കൊരു അലിഫ് കൂട്ടി കൊടുത്താൽ മതി. ഓക്കെ അല്ലേ. ജമാക്കാനോ അതിക്കൊരു വാവും കൂട്ടി കൊടുത്താൽ മതി. എളുപ്പമാണ്. അപ്പോൾ എന്താ കൂട്ടി കൊടുക്കാനുള്ളത് നമ്മൾ നോക്കിയാൽ മതി. എന്നാൽ പിന്നെ എളുപ്പമാണ്. നോക്കാം. ദറസ ദറസ നസറ നസറ ഫതഹ ഫതഹ നാമ നാമ. അർത്ഥം എന്താ? നസറ
അവൻ സഹായിച്ചു. നസറ അവർ രണ്ടാളും സഹായിച്ചു. ഫതഹ അവൻ തുറന്നു. ഫതഹ അവർ രണ്ടാളും തുറന്നു. മുസന്ന എന്ന് പറഞ്ഞാൽ രണ്ടാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലേ. അതേമാതിരി നമ്മൾ ജംഉ നോക്കൂ, അവിടെ വാവാണ് കൂട്ടി കൊടുത്തിട്ടുണ്ടാവുക. മാലിയാണ് കേട്ടോ, അത് മാലിയാണ്, ആ രൂപത്തിൽ ചിന്തിക്കണം. അപ്പോൾ ദറസ ദറസു, നസറ നസറു, ഫതഹ ഫതഹു, നാമ നാമു അല്ലേ, നാമ അവൻ ഉറങ്ങി. നാമു അവരെല്ലാ ആണുങ്ങളും ഉറങ്ങി. അപ്പം എന്തായി, ജമ് ആയി. ജമ് ബഹുവചനല്ലേ, അഥവാ മിനിമം 3 അല്ലെങ്കിൽ 1 കൂടിയോ എത്ര ആളുവാകാം കേട്ടോ. ഇനി നമുക്ക് തർജിമ പരിഭാഷപ്പെടുത്താനാണ് കേട്ടോ. കാന ഇസ്മുൽ മദീനത്തി, മദീനയുടെ പേരായിരുന്നു. കാന ആയിരുന്നു. ഇസ്മുൽ മദീനത്തി മദീനയുടെ പേര്. മദീനത്തി ആ തായിന് കസറാണല്ലോ, അതുകൊണ്ടാണ് മദീനയുടെ, മദീനൻ്റെ ആ ഒരു അർത്ഥം കിട്ടണമുണ്ട് കേട്ടോ. അഥവാ മുലാഫ് ഇലൈഹി എന്നാണ് അതിന് പറയാം. പോട്ടെ. ഖബലൽ ഹിജറത്തി ഹിജറൻ്റെ മുമ്പ്. ഖബല മുമ്പ്, ഹിജറത്തി തി തായിന് കസറ, അതുകൊണ്ടാണ് ഹിജറൻ്റെ ഹിജറയുടെ എന്നർത്ഥം കിട്ടണം കേട്ടോ. എന്തായിരുന്നു ഹിജറയുടെ മുമ്പ് മദീനയുടെ പേര്? യസ്രിബ, യസ്രിബ എന്നായിരുന്നു കേട്ടോ. ആഖിറുൽ മദീനത്തി മദീന ആളുകൾ, മദീനയിലെ ആളുകൾ, കാനു അവരായിരുന്നു, യുറഹിബൂന അവർ സ്വാഗതം ചെയ്തിരുന്നു, ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ഹീന യഖുദുമുൽ മദീന മദീനയിലേക്ക് വന്നപ്പോൾ. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ മദീനക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വാഗതം ചെയ്തു. ഇനി നമുക്ക് നുജീബ് ഉത്തരം എഴുതാനാണ് കേട്ടോ. ഹൽ ഖറഅത്തൽ ഖുർആന സ്വബാഹൻ, നീ രാവിലെ ഖുർആൻ ഓതിയിട്ടുണ്ടോ? അതാണ് ചോദ്യം. അതിന് ഉത്തരമായിട്ട് നമ്മൾ പറയണം. ഹൽ എന്നുള്ളത് ചോദിച്ചില്ല, ഹൽ ഉണ്ടോ. ഹൽ ഖറഅത്ത നീ വായിച്ചിട്ടുണ്ടോ. ഖുർആന് പിന്നെ നമ്മൾ വായിച്ചു എന്നുള്ളത് പറയാം, ഓതി എന്നാണ് പറയാം. അതുകൊണ്ട് തന്നെ ഹൽ ഖറഅത്ത നീ ഓതിയിട്ടുണ്ടോ. അൽ ഖുർആന ഖുർആനിനെ, നുവിന് ഫത്തഹ, ഖുർആന നുവിന് ഫത്തഹ, അതുകൊണ്ട് അത് മഫ്ഊല. അത് അപ്പം എന്താ അർത്ഥം കിട്ടുക? ഖുർആനിനെ നീ ഓതിയിട്ടുണ്ടോ. എപ്പോൾ? സ്വബാഹൻ രാവിലെ. എന്താ ഉത്തരം? അതെ, ഖറഅത്തു ഞാൻ ഓതിയിട്ടുണ്ട്. അവിടെ പല മക്കളും ഖറഅത്തൽ ഖുർആന എന്ന് അതേമാതിരി കൊടുക്കും. അത് പാടില്ല. കാരണം അവൻ ചോദിക്കണം എന്താ, നീ ഓതിയിട്ടുണ്ടോ. അപ്പോൾ നമ്മൾ ഉത്തരമായിട്ട് നീ ഓതിയിട്ടുണ്ട് എന്നാണ് പറയാം? അല്ല, ഞാൻ ഓതിയിട്ടുണ്ട് എന്നാണ് പറയാം. അപ്പം ഞാൻ ഓതിയെന്ന് എങ്ങനെ പറയാം? ഖറഅത്തു, ഖറഅത്ത, ഖറഅത്തുമാ, ഖറഅത്തും, ഖറഅത്തി, ഖറഅത്തുമാ, ഖറഅത്തുന്ന. ഇനി ഞാൻ ഓതി എന്താ പറയുക? ഖറഅത്തു. അതാണ് അവിടെ കൊടുക്കേണ്ടത് കേട്ടോ. ഖറഅത്തു ഞാൻ ഓതിയിട്ടുണ്ട്. ഇനി വേറെ ഏത് ചോദ്യമാണെങ്കിലും ഇങ്ങനെ തന്നെ കൊടുക്കണേ. നീ അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന ചോദ്യം വരിക. അപ്പം ഞാൻ അങ്ങനെ ചെയ്തു എന്നാണ് ഉത്തരം വരേണ്ടത് കേട്ടോ, മാറരുത് മക്കളെ. അപ്പം ഖറഅത്തു ഞാൻ ഓതിയിട്ടുണ്ട്. അൽ ഖുർആന ഖുർആനിനെ. 2 അസാബിഉൽ യദൈനി കം ഹിയ, 2 കൈകളിലെയും വിരലുകൾ എത്രയാണ്? അസാബി വിരലുകൾ, അൽ യദൈനി 2 കൈയിൻ്റെയും, കം ഹിയ എത്രയാണ്? എത്രയുണ്ട്? അഷറത്തു 10 വിരലാണുള്ളത് അല്ലേ 2 കയ്യിലും പാടെ. ഒരു പേപ്പർ പൂർത്തിയായി. ലിസാനാണ്, മടക്കരുത്. നേരൊക്കെ കുറച്ചായി എന്ന് വരും മക്കളെ. നമ്മളെ കാര്യത്തിനല്ലേ, നമ്മളെ കാര്യത്തിന് നമ്മൾ തന്നെയല്ലേ സമയം ചിലവഴിക്കല്ലാതെ ആരല്ലേ അല്ലേ. നമുക്ക് 2ാമത്തെ പേപ്പറിലേക്ക് കടക്കാം. അത് കഴിഞ്ഞ് 3, അത് കഴിഞ്ഞ് 4. നമുക്ക് ആവർത്തിച്ച ചോദ്യങ്ങൾ പ്രത്യേകം നോക്കി ടോപ്പ് + ഇൻഷാല്ലാ ഉറപ്പിക്കണം കേട്ടോ. 2ാമത്തെ പേപ്പറിലേക്ക് കടന്നു. ചേർത്ത് ചെയ്താൽ തന്നെയാണ് ഒന്നാമതുള്ളത്. 1, ഒരു പ്രദേശത്ത് മനപ്പാഠമുള്ള ഒരാളെങ്കിലും ഉണ്ടായിരിക്കണം. എന്ത്? ഖുർആൻ. സിമ്പിളാണല്ലേ. പതിവാക്കൽ സുന്നത്തുള്ള ആയത്തുകളിൽ പെട്ടതാണ് ആയത്തുൽ കുർസി. മറ്റേ പേപ്പറിലും വന്നതാണ്. മാലിയ എന്നതിൽ ഏതാണ്? ഹ സക്തയാണല്ലേ. ആ ഹ് കേട്ടാൽ തന്നെ അതാണ് എൻ്റെ ഒരു അടയാളം അല്ലേ, മാലിയ. പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. അങ്ങനെ ഹ് കണ്ട ആണ് കറക്കി കുത്തികളി, അഥവാ ഇനി പെട്ടെന്ന് പഠിയാത്തോലാണെന്നുണ്ടെങ്കിൽ കേട്ടോ. സക്ത, ഹ സക്ത കേട്ടോ. 4, ഇബ്നു മറിയം എന്നതിൽ ഹംസ ഏതാണ്? ഹംസത്തുൽ വസലാണ് കേട്ടോ. അവിടെ നമ്മൾ ഈസബ്നു മറിയം കൂട്ടി എഴുതുമ്പോൾ ഈസബ്നു മറിയം അഥവാ ഈസ ഇബ്നു മറിയം എന്ന് നമ്മൾ പറയില്ല. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഹംസത്തുൽ ഖത്ത് ആയിരുന്നു. അവിടെ കൂട്ടി ഓതുമ്പോൾ ഹംസനെ പറയാത്തതുകൊണ്ട്, അഥവാ ഇബ്നു എന്നുള്ളതിൽ ഈ കൂട്ടി ഓതുമ്പോൾ പറയാത്തതുകൊണ്ട് അത് ഹംസത്തുൽ വസ്ലാണ്. ചേർത്തി ഓതുമ്പോൾ പോകുന്ന ഹംസയാണ് എന്ന് ചുരുക്കം. ഇനി അഖീമു ഇതിൽ ഹംസ ഏതാണ്? ഹംസത്തുൽ ഖത്ത് ആണ് കേട്ടോ. അതെങ്ങനെ ഓതിയാലും ആ ഹംസ അവിടെ തന്നെ ഉണ്ടാവും, അത് പോകൂല. ഇനി നമുക്ക്
ശരി അടയാളപ്പെടുത്താനാണ്. വഖഫിൽ അവസാന ഹർഫിന് നൽകേണ്ടത് എന്താണ്? സുക്കൂനാണ്. അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ നൽകണം വഖഫ് ചെയ്യുമ്പോൾ. ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരലാണ് നമുക്കൊക്കെ അറിയാം ഇസ്തിഗ്ലാഖ്. സ്വാദിൻ്റെ മഖ്റജിൽ നിന്നാണ് പുറപ്പെടുന്നത് ഏത്? സീന്. സീനും സ്വാദും ഒരേ മഖ്റജ് ആണ്. ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതലാണെന്ത്? സക്ത. നിർത്തൂല, പക്ഷെ ശ്വാസം വിടാതെ ഒന്ന് അടങ്ങി പിന്നാണ് ഓതുക അല്ലേ, അതാണെന്ത്? സക്ത. നമ്മൾ കഴിഞ്ഞ പേപ്പറിൽ ആസ്യത്തിൻ്റെ ഉദാഹരണം പറഞ്ഞല്ലോ അല്ലേ. ഫത്ഹിൻ്റെയും കസറിൻ്റെയും ഇടയിലായി ഏകാര സ്വരത്തിൽ ഉച്ചരിക്കലാണെന്ത്? ഇമാലത്ത് അല്ലേ, മജ്രേഹ. നമ്മൾ കഴിഞ്ഞ പേപ്പറിൽ പറഞ്ഞല്ലോ അല്ലേ, ബിസ്മില്ലാഹി മജ്രേഹ എന്നതുപോലെ. ഇനി നമുക്ക് പൂർത്തിയാക്കാനാണ് കേട്ടോ. ഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഊ ലഹു വഅൻസിതു ലഅല്ലക്കും തുർഹമൂൻ. ഇത് നമ്മൾ കഴിഞ്ഞ പേപ്പറിലും പറഞ്ഞതാണ്, പൂരിപ്പിക്കാനിപ്പോൾ അത് കോർത്ത് വെക്കണേ. കലാമുൻ ഖദീമുൻ ലാ യുമല്ലു സമാഉ തനസ്സഹ അൻ ഖൗലിൻ വഫിഅലിൻ വനിയത്തി. ഇതും കഴിഞ്ഞ പേപ്പറിൽ വന്നു തോന്നുന്നുണ്ട് അല്ലേ. ഏതായാലും ഇതൊക്കെ നമ്മൾ പ്രത്യേകം വിട്ട ഭാഗം നോക്കണേ. നോക്കുമ്പോഴേ വിട്ട ഭാഗത്തിൽ പലതും എന്താണ്, രണ്ടാമത്തെ വാക്കും സെക്കൻഡ് ലാസ്റ്റ് വാക്കും പലപ്പോഴും പൂരിപ്പിക്കാൻ വരുന്നത്. അപ്പോൾ അതൊന്ന് പ്രത്യേകം നോക്കി വെക്കാം കേട്ടോ, പൂരിപ്പിക്കാനുള്ള തന്നെ കേട്ടോ. ഇനി അടുത്തത് നിശ്ചിത സ്ഥാന എഴുതാനാണ്. ഖില എന്നുള്ളത് എന്താണ്? വഖഫ് ഔല. ഖില അഥവാ ഖാഫ് വഖഫ്, ല ഔല. അപ്പോൾ വഖഫ് ഔല എന്ന് കിട്ടും. വഖഫ് എന്നതിന് കാഫാണത്, പിന്നെ ഔല എന്നുള്ളത് ല എന്നാണത്, അഥവാ ഖില കേട്ടോ. അപ്പോൾ അത് ആലോചിക്കണം. അഥവാ നിർത്തലാണ് അവിടെ ഏറ്റവും നല്ലത് എന്ന് ചുരുക്കം. ഇനി ജീമ് വഖഫ് ജായിസ്. ജായിസ് എന്നുള്ളതിൽ ജീമായിട്ട് അതിനെ കൂട്ടുക. വഖഫ് ജായിസ് ആണ് ജീം, അഥവാ നിർത്തൽ അനുവദനീയമാണ്. ഇനി സ്വില. സ്വില വസ്ല് എന്നതിലെ സ്വാദാണത്, പിന്നെ ഔല എന്നുള്ളതിലെ ലാമാണ് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളത്. അങ്ങനെയാണ് സ്വില എന്ന് വെച്ചാൽ കൂട്ടി ഓതൽ, ചേർത്തി ഓതൽ, അതാണ് അവിടെ ഏറ്റവും നല്ലത്. ഇനി ഹൗസ് സക്ത ഹിസാബിയ. അവിടെ ഹൗസ് സക്തയാണ് അല്ലേ, ഹിസാബിയ. നമ്മൾ പറഞ്ഞല്ലോ ഹ് എന്നുള്ള ഒച്ച കിട്ടുന്നിടത്ത് അതൊരു അടയാളമായിട്ട് കൂട്ടുക, മനസ്സിലാക്കുക എന്ത് ഹൗസ് സക്തയുണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി ഹൗ തനീസ് ഓഷിയ, അല്ലെങ്കിൽ സിമ്പിളായിട്ട് അൽഖാരിയ. ഇതൊക്കെ എന്താണ്? തനീസിൻ്റെ ഹ ആണ്, അഥവാ പെണ്ണാണ് എന്ന് സൂചിപ്പിക്കുന്ന ഹ ആണ് അതൊക്കെ കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് ആണ് യഥാർത്ഥ ആണും പെണ്ണും മാത്രമല്ല, മറ്റു സംഗതികളിലും ആണിനെയും പെണ്ണായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ ആ ഒരു സിമ്പിൾ അടയാളമാണ്. ഇതിൻ്റെയൊക്കെ അവസാനം ഹാത്താവ് ഉണ്ടാകും. ഇവിടെ ഹാത്താവ് ഉണ്ട് കേട്ടോ. ഇനി അടുത്തത് ഹാ ഉൽ ലൊമീർ. അതിൻ്റെ ഉദാഹരണമാണ് ലഹു എന്നുള്ളത്. ലഹു എന്താ അർത്ഥം? അവനിക്ക്. ലൊമീർ എന്ന് പറഞ്ഞാൽ സൂചനയാണ്, അഥവാ ഒരാളെ പേര് വിളിക്കാതെ അവൻ, ഇവൻ, നീ എന്നൊക്കെ പറയാം. ഇവിടെ ലഹു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലഹു അവനിക്ക് എന്നാണ്. അല്ലാതെ അതുകൊണ്ട് പേര് പറയല്ലോ. ഉദാഹരണമായിട്ട് സിനാന് എന്ന് പറയുന്നതിന് പകരം അവന് എന്ന് പറയണം കേട്ടോ. അതിനാണ് ലഹു. അത് ഹാ ഉൽ ലൊമീറാണ്. ലൊമീറിൻ്റെ ഹാ ആണത് കേട്ടോ. ഇൻഷാ അല്ലാഹ് അതൊക്കെ വളരെ വിശദമായിട്ട് ഇൻഷാ അല്ലാഹ് കോഴ്സിൽ പഠിപ്പിക്കണം. ഇവിടെ നമുക്ക് അതിന് മാത്രം പറയാനുള്ള സമയമല്ലല്ലോ. ഇനി നമുക്ക് വ്യക്തമാക്കാനാണ്. ആഷറത്തുൽ ഖുർആയിൽ മദീനക്കാരനായ ഖാരികളാരാണ്? നാഫിഉൽ മദനി, അബൂ ജഅഫരിനിൽ മദനി അല്ലേ. മദനി എന്നുണ്ടാവുമല്ലോ പേരിൻ്റെ നേരെ അല്ലേ. അത് വേറെ വേറെ തന്നെ കിട്ടണുണ്ടോ? കാരണം മദീനക്കാരാരാണ്, മക്കക്കാരാരാണ്, കൂഫക്കാരാരാണ്, വേറെ വേറെ തന്നെ കിട്ടണേ. അത് ഫുള്ളൊന്ന് നോക്കി വെക്കണം കേട്ടോ, 10 രണ്ടാമത്തെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസ്തഫിൻ്റെ കോപ്പികൾ അയച്ചു കൊടുത്ത 4 പട്ടണങ്ങൾ ഏതൊക്കെയാണ്? കൂഫ, ബസറ, ഷാം, മക്ക അല്ലെ. അന്നത്തെ ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ. അതിൽ പലതും നല്ല വലുപ്പമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഷാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ രാജ്യങ്ങളാണ്. അതൊക്കെയാണത്? സിറിയ, ഫലസ്തീൻ, ജോർദൻ, ലബനൻ. ഈ രാജ്യങ്ങൾ കൂടിയതാണ് അന്നത്തെ ഷാം. അത്രയും വലുതായിരുന്നു. അപ്പോൾ അവിടേക്കൊക്കെ ഖുർആൻ വ്യാപിച്ചു. പിന്നെ ബസറ, കൂഫ ഇതൊക്കെ ഇറാഖിലെ വലിയ പട്ടണങ്ങളാണ്. പിന്നെ മക്ക നമുക്കറിയാലോ കേട്ടോ. അല്ലാതെ കൊച്ചി, കൊയിലാണ്ടി എന്ന് പറയുന്ന പോലെ ചെറിയ സ്ഥലങ്ങൾ മാത്രമല്ല എന്നർത്ഥം കേട്ടോ. ഇനി ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരുന്ന ഹംസക്ക് നമ്മൾ എന്താ പറയുക? ഹംസത്തുൽ ഖത്അ അല്ലേ. ഇനി നമുക്ക് നൂസിലു ബിൽ മുനാസിബി യോജിച്ച് ചേർക്കാനാണ് കേട്ടോ. ഫീ ബൈത്തി എൻ്റെ വീട്ടിലുണ്ട്. അറബഉ 4 ത്വാലിബാത്തിൻ 4 വിദ്യാർത്ഥിനികളുണ്ട് അല്ലേ. 4 എന്നുള്ളത് എന്താണ്? ബഹുവചന സംഖ്യയാണ് അല്ലേ. 3 മുതൽ ബഹുവചന, അതുകൊണ്ടാണ് ത്വാലിബത്ത് എന്നുള്ളത് ത്വാലിബാത്തിൻ എന്നായത് കേട്ടോ. പിന്നെ റഅയ്തു ഞാൻ കണ്ടു. 8
8 തുയൂരിൻ പക്ഷികളെ. കാനത്തിൽ ഉമ്മയായിരുന്നു തക്കനുത്തു കുനൂത്ത് ഓതുമായിരുന്നു അല്ലേ ആ പാഠത്തിൽ അല്ലേ. ഇന്ന അബി എൻ്റെ ഉപ്പ, തീർച്ചയായും എൻ്റെ ഉപ്പ യഖ്റഉ അദ്ദേഹം വായിക്കുന്നു. ഇനി ഖുർആനാണെങ്കിൽ ഓതുന്നു. ഉപ്പ എത്ര ആളാണ്? ഒരാളാണ്, അതുകൊണ്ടാണ് യഖ്റഉ എന്നായത്. ഉമ്മയും ഒരാളാണ് പക്ഷെ പെണ്ണാണ്, അതുകൊണ്ടാണ് തക്കുനുത്തു എന്നായത്. അത് ഉപ്പയാണെങ്കിലോ യഖ്നുത്തു എന്നാ പേര് അല്ലേ. ഇനി യൽബസു ധരിക്കുന്നു, നൗഫൽ ധരിക്കുന്നു, ബിദിലത്തൻ റസ്മിയത്തൻ യൂണിഫോം ധരിക്കുന്നു. യൂണിഫോമിനെയാണല്ലോ ധരിക്കുന്നത്, അതുകൊണ്ടാണ് ബിദിലത്തൻ റസ്മിയത്തൻ എന്നായത് കേട്ടോ. മഫ്ഊലിന് അവസാനം നെസ്ബാണ് വരിക, അതുകൊണ്ടാണ് അവിടെ ആ തെൻ കാണുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ ഫത്ഹേക്കും അവസാനം ഉണ്ടാവുക എന്നർത്ഥം. ഇനി നമുക്ക് ശരിയായതിന് ശരിയിട്ട് കൊടുക്കാനാണ്. യഖില ഉമറു മിനൻ നൗമി, ഉമർ ഉറക്കിൽ നിന്ന് ഉണർന്നു. എപ്പോൾ? മുബക്കിറൻ നേരത്തെ അല്ലേ, അവിടെ നേരത്തെ എന്നുള്ളതാണ് ശരി. അതഅല്ലമു ഞാൻ പഠിക്കുന്നു, ഇതെന്താണ്? മുളാരിയായ ഫീലാണ് അല്ലേ. തവസ്സക പല്ല് തേച്ചു, ആരാ പല്ല് തേച്ചത്? ഹാമിദാണ് പല്ല് തേക്കണത്. കാരണം അവിടെ സൈനബ് ആയിഷ എന്നുള്ള മറ്റു പേരുകളുള്ളത്, അവിടെ എന്ത് വേണപ്പോൾ? ഒരു പെണ്ണുങ്ങളായതുകൊണ്ട് തവസ്സക്കത്ത് എന്ന് വേണ്ടിയിരുന്നു. പക്ഷേ തവസ്സക്ക എന്നായതുകൊണ്ട് അത് ആണിനാണ്, അതുകൊണ്ടാണ് അവിടെ ഹാമിദ് എന്നത് ശരിയായത് അല്ലേ. ഇനി സയ്യിദുൻ വ അനീസ്വൻ, സയ്യിദും അനീസും യലാബാനി അവർ രണ്ടുപേരും കളിക്കുന്നു. അവർ ആണുങ്ങളായതുകൊണ്ടാണ് യലാബാനി. തലാബാനി ആണെങ്കിലോ 2 പെണ്ണുങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ 2 ആണുങ്ങൾ എന്നാ പറയാം. പക്ഷേ ഇവിടെ അവർ 2 ആണുങ്ങൾ എന്ന് കിട്ടാൻ വേണ്ടി, അവർ 2 ആണുങ്ങൾ കളിക്കുന്നു എന്ന് കിട്ടാൻ വേണ്ടി യലാബാനിയാണ് അവിടെ യോജിക്കുക. തലാബു എന്നുള്ളത് പറയുമ്പോഴും യോജിക്കുമല്ലോ. തലാബു എന്നാകുമ്പോഴോ നീ കളിക്കുന്നു അല്ലെങ്കിൽ അവൾ കളിക്കുന്നു എന്നർത്ഥം കിട്ടുക. അതുകൊണ്ട് അവിടെ അവർ 2 ആണുങ്ങൾ, അഥവാ സയ്യിദും അനീസും എന്നുള്ളത് അവർ 2 ആണുങ്ങൾ എന്നതാണ് യോജിക്കുക. അതുകൊണ്ടാണ് യലാബാനി അവർ 2 ആണുങ്ങളും കളിക്കുന്നു, അതാണ് ശരി. ഇനി ഷഅൽന ജോലിയിലായി, ഇതെന്താണ്? മാദിയ മുളാരിയ നാഖിസ, മാദിയാണ് അല്ലേ, അഥവാ അത് ജംഅ് മുഅന്നസ് ഗായിബിൻ്റെ രൂപം അല്ലേ. ഇനി ഇതിൽ തന്നെ ഒന്നാമത്തെ നിങ്ങൾക്ക് സംശയം ഉണ്ടോ? നമ്മളങ്ങനെ വിശദീകരിച്ചില്ല. അഥവാ യഖില ഉമറു മിനൻ നൗമി, ഉമർ ഉറക്കിൽ നിന്ന് ഉണർന്നു. നാഇമൻ ഉറങ്ങിക്കൊണ്ട് ഉണരുമോ? ഇല്ലല്ലോ. മുബക്കിറൻ നേരത്തെ, അതാണ് ശരി. പിന്നെന്താ ഉള്ളത് അവിടെ? മുസല്ലിയൻ നിസ്കരിച്ചു കണ്ട് തന്നെ ഉണരുമോ? ഇല്ല. അതുകൊണ്ട് മുബക്കിറൻ നേരത്തെ ഉണർന്നു എന്നുള്ളതാണ് അവിടെ യോജിപ്പ്, അതുകൊണ്ടാണ് അവിടെ മുബക്കിറൻ എന്നായത് കേട്ടോ. ഇതിലൊന്നാമത്തതേ. ഇനി നമുക്ക് അറബിയിലാക്കാനാണ് കേട്ടോ. ഞാൻ പല്ലുകൾ വൃത്തിയാക്കി. നല്ലഫ്തു ഞാൻ വൃത്തിയാക്കി. എന്തിന്? അൽ അസ്നാന പല്ലുകളെ. 2 അവർ ഇരുവരും, അവർ 2 പേരും. ഓറ് സൗറിൽ 3 ദിവസം താമസിച്ചു. അതൊരു മാതിരി മലയാളം അറബിയും കൂട്ടിയുണ്ടായി അല്ലേ. അവർ 3 ദിവസം സൗർ ഗുഹയിൽ താമസിച്ചു എന്നാണ് വേണ്ടത്, അതിൽ മലയാളം അറബിയും കൂട്ടിപ്പോയി കേട്ടോ. ഏതായാലും മക്കസ അവർ 2 പേരും താമസിച്ചു. ഫി ഗാരി സൗറിൻ സൗർ ഗുഹയിൽ. ഗോറ് എന്ന് പറഞ്ഞാൽ ഗുഹ, സൗർ ആ ഗുഹൻ്റെ പേര്. ഇനി എത്ര ദിവസം താമസിച്ചത്? സലാസത്ത അയ്യാമിൻ 3 ദിവസം അല്ലേ. 3 ആയിഷ അവളുടെ ബാഗ് എടുത്തോ? ഒരു ചോദ്യമാണ്. അപ്പോൾ അൽ അഖദത്ത് എടുത്തിട്ടുണ്ടോ? അപ്പോൾ ചോദ്യം ചോദിക്കാൻ ഇങ്ങനത്തെ ചോദ്യം എന്നുണ്ടെങ്കിൽ മക്കളെ തുടക്കത്തിൽ എന്ത് കൊടുക്കണം? നിങ്ങൾ ഹൽ എന്ന് കൊടുക്കണം കേട്ടോ. ആയിഷത്തു ആയിഷ എടുത്തിട്ടുണ്ടോ? എന്ത്? ഹക്കീബത്ത ഹ അവളുടെ ബാഗിനെ എന്നുള്ളതുകൊണ്ടാണ് ഹക്കീബ എന്നായത് കേട്ടോ. ഹക്കീബത്ത എന്നായത്. അപ്പോൾ കാരണം മഫ്ഊലിന് അവസാനം നെസ്ബാണ്, എന്ന് വെച്ചാൽ ഫത്ഹാണ് വരിക. ഹ അവളുടെ, ഹ എന്നുള്ള ലൊമീർമലാണ് അവളുടെ എന്ന അർത്ഥം കിട്ടുന്നത് കേട്ടോ. ഞാൻ ഇന്നലെ ഒരു ജുസ് ഓതി. ഖറഅതു ഞാൻ ഓതി. അംസി ഇന്നലെ ജുസ്അൻ ഒരു ജുസ് ഓതി. 5 എൻ്റെ ക്ലാസ്സിൽ 10 കുട്ടികളുണ്ട്. ഫീ സൊഫി എൻ്റെ ക്ലാസ്സിലുണ്ട്. എൻ്റെ ക്ലാസ്സിലുണ്ടെന്നതിൽ എന്ത് മതി? ഫീ സൊഫി സൊഫ് ക്ലാസ്. ഫീ പറഞ്ഞാൽ
സൊഫീ എന്നാകുമ്പോൾ എൻ്റെ ക്ലാസ്. ഫീ സൊഫീ എൻ്റെ ക്ലാസ്സിൽ ഉണ്ട്. എൻ്റെ ക്ലാസ്സിൽ നിന്ന് മാത്രമല്ല ക്ലാസ്സിൽ ഉണ്ട് എന്ന അർത്ഥം കൂടി അപ്പോൾ കിട്ടുന്നുണ്ടോ? എന്തുണ്ട്? അഷറത്തു ഔലാദിൻ 10 കുട്ടികളുണ്ട് കേട്ടോ. അഷറത്ത് എന്നുള്ളത് 10 എന്നുള്ള എല്ലാവർക്കും അറിയാലോ അല്ലേ? വലത് കുട്ടി, ഔലാദ് കുട്ടികൾ. ഇനി നമുക്ക് അർത്ഥം എഴുതാനാണ് കേട്ടോ. ശരിക്കത്വൻ കമ്പനി, ദുവാമത്വൻ പമ്പരം, തെന്നൂറത്വൻ പാവാട, ബാഹത്വൻ മുറ്റം, ഫുർഷാത്വൻ ബ്രഷ് അല്ലേ? ഇത് തന്നെയാണ് അതിൽ സാധ്യതയുള്ള വേർഡുകൾ. കുറച്ച് ടൈറ്റിലെ വേർഡ് ഇതൊക്കെ തന്നെയാണ് അല്ലേ? പിന്നെയും ആ പേസ്റ്റിൻ്റെ മൈജൂന് അതും കൂടെയൊക്കെ നോക്കി വെക്കണം കേട്ടോ. അങ്ങനെ കുറച്ച് ടൈറ്റിൽ മാത്രം പ്രത്യേകം നോക്കി വെക്കണം കേട്ടോ. മക്കളെ, നമ്മൾ ഈ പേപ്പർ കവർ ചെയ്തു. ഇനി നമ്മൾ അടുത്ത പേപ്പറിലേക്ക് കിടക്കാം കേട്ടോ. മടക്കലുണ്ടോ? നമ്മളെ ടോപ്പ് നമ്മൾ തന്നെ നയിക്കണ്ടേ. ഒന്നാമത്തെ പേപ്പറിലേക്ക് കടന്നു അല്ലേ? നമുക്ക് അതിലും ഇതിലും മറ്റതിലൊക്കെ ഒന്ന് ആവർത്തിച്ച് പ്രത്യേകം നോക്കണം. ലിസാനാണ് 4 പേപ്പർ മടി കൂടാതെ നോക്കണം കേട്ടോ മക്കളെ. നോക്കാം. നമുക്ക് യോജിപ്പിക്കാൻ തന്നെയാണ് ഒന്നാമത് ഇവിടെ ഉള്ളത്. എല്ലാ ദിവസവും നാം ഓതണം എന്ത്? ഖുർആന്. കാനത്തിൽ ഉമ്മയായിരുന്നു തെക്കുരതു കുനൂതോതുമായിരുന്നു. ഇത് മറ്റേ പേപ്പറിലൊക്കെ വന്നതാണ് അല്ലേ? വഹ്ഷൗനി എന്നതിൽ ഹംസ ഏതാണ്? ഹംസത്തുൽ വസുലാണ് അല്ലേ? അവിടെ യഹ്ഷൗനി എന്ന് പറയില്ല, യഹ്ഷൗനി എന്ന് പറയില്ല. എന്താ പറയുള്ളൂ? വഹ്ഷൗനി അല്ലേ? അപ്പോൾ അവിടെ ഹംസ പോയി അല്ലേ? അങ്ങനെ പറയില്ല. ഇന്ന അബി തീർച്ചയായിട്ടും എൻ്റെ പിതാവ് യഖറഉ വായിക്കുന്നു അല്ലെങ്കിൽ ഓതുന്നു അല്ലേ? ഇയ്യാക നഅ്ബുദു എന്നതിൽ ഹംസ എന്താണ്? ഹംസത്തുൽ ഖത്അ ആണ് അല്ലേ? അവിടെ ഒരിക്കലും ഈ എന്നുള്ളത് പോകൂല, അതെന്തായാലും പറയും അല്ലേ? ഇതിൽ 2-3 മുമ്പ് പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. ഇനി നമുക്ക് ശരി അടയാളപ്പെടുത്തി കൊടുക്കാനാണ് കേട്ടോ. ജുനൈദുൻ വ നബീലുൻ. ജുനൈദും നബീലും. തെഹ്റുജു അവൾ പുറപ്പെടും, നീ പുറപ്പെടും. ഖറജ അവൻ പുറപ്പെട്ടു. ഖറജ അവർ 2 പേരും പുറപ്പെട്ടു. അപ്പോൾ ഏതാ ശരി? അവർ 2 പേരും പുറപ്പെട്ടു. ഖറജ എന്നാണ് ശരി അല്ലേ? വഖഫ് ലാസിമിൻ്റെ അടയാളം ഏതാണ്? തോ ആണോ കാഫാണോ മീമാണോ? മീമാണ്. ലാസിമ് എന്നുള്ളത് മീമാണത്. കണ്ടോ? മീമായിട്ട് നമ്മളതിനെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ വഖഫ് ലാസിമ്, അപ്പോൾ അതിൻ്റെ അടയാളം ഏതാണ്? മീമാണ് കേട്ടോ. അഥവാ അവിടെ നിർബന്ധമായിട്ടും നിർത്തണം ഓതുമ്പോളേ. ജുമാനത്വൻ വ ലബീബത്വൻ. ജുമാനയും ലബീബയും. കറത്തി നീ വായിച്ചു. കറഅത്ത അവൾ 2 പേരും വായിച്ചു. കറഅത്തു ഞാൻ വായിച്ചു. ഏതാ വരിക? കറഅത്ത അവ 2 പെണ്ണുങ്ങളും വായിച്ചു. ഇനി ലൊമ്മിനെ സൂചിപ്പിച്ച് ചുണ്ട് കൂട്ടൽ എന്താ അതിന് പറയാ? ഇഷ്മാമ്, ഇമാലത്ത്, ഇത്ബാക്ക്. എന്താ പറയുക? ഇഷ്മാമ് എന്നാണ് പറയാം അല്ലേ? ഇനി യാ അയ്യുഹൽ ബനാത്തു ഏ പെൺകുട്ടികളെ. ഹൽ സൊല്ലൈത്തും സൊല്ലൈത്തു സൊല്ലൈത്തുന്ന. സൊല്ലൈത്തും നിങ്ങളെല്ലാ ആണുങ്ങളും നിസ്കരിച്ചു. സൊല്ലൈത്തു ഞാൻ നിസ്കരിച്ചു. സൊല്ലൈത്തുന്ന നിങ്ങളെല്ലാ പെണ്ണുങ്ങളും നിസ്കരിച്ചു. ഏതാ വരിക? സൊല്ലൈത്തുന്ന നിങ്ങളെല്ലാ പെണ്ണുങ്ങളും നിസ്കരിച്ചു. അപ്പോൾ യാ അയ്യുഹൽ ബനാത്തു ഹൽ സൊല്ലൈത്തുന്ന ഏ പെൺകുട്ടികളെ നിങ്ങളെല്ലാ പെണ്ണുങ്ങളും നിസ്കരിച്ചിട്ടുണ്ടോ അല്ലേ? അപ്പോൾ സൊല്ലൈത്തുന്നയാണ് അവിടെ ശരി. ഇനി മൂന്നാമത്തത് നക്തുബുൽ മുസന്ന വൽ ജമഇ വൽ മുഫ്രദൽ മുത്തക്കല്ലിമി കേട്ടോ. ഇവിടെ എന്തുണ്ട്? ദഹബാന്നുണ്ട്, തലാബീനാന്നുണ്ട്. അതിൻ്റെ മുസന്നയും ജമും മുഫ്രദ മുത്തക്കല്ലിമും കൊടുക്കണം. മുഫ്രദ മുത്തക്കല്ലിം പിന്നെ എല്ലാം ഒരേപോലെ തന്നെ ആവുള്ളൂ അല്ലേ? ദഹബൻ്റെ മുസന്ന എന്താ വരിക? ദഹബ എന്നുള്ളത് എന്താണ്? ദഹബ അവൻ പോയി. എന്താണ്? മുഫ്രദ് ഫീല് മാളി, മുഫ്രദ് മുദക്കർ ഗായിബാണ് അല്ലേ? അവൻ പോയി. പോയി എന്നുള്ളത് പോയി കഴിഞ്ഞില്ലേ? അതുകൊണ്ട് മാലിയ. അവനാണ്, അവൻ എന്നാണ്, അതുകൊണ്ട് ഒരാളാണ്. അപ്പോൾ മുഫ്രദ് ഫീല് മാലി മുഫ്രദ്. അവൻ എന്നാണ്, ആണാണ്. അപ്പം മുദക്കർ ഫീല് മാലി മുഫ്രദ് മുദക്കർ. അവൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഇല്ലാത്ത ആളല്ലേ? അപ്പോൾ ഗായിബ് ഫീല് മാലി മുഫ്രദ് മുദക്കർ ഗായിബ്. ഞാൻ എന്താ അതിൻ്റെ വേണ്ടിയത്? അടുത്ത എന്താ വരിക? അതിൻ്റെ മുസന്ന. അപ്പോൾ എന്താണ്? ദഹബ അവർ 2 ആണും പോയി. അപ്പോൾ ദഹബ എന്ന് പറയുമ്പോൾ അവർ 2 പേരും പോയി അല്ലേ? ദഹബ അപ്പോൾ അതിൻ്റെ മുസന്നയായി. അപ്പോൾ എന്താണ്? ഫീല് മാലി മുസന്ന. ആ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ.
മുഫ്രദ് എന്നുള്ളത് മുസന്ന എന്നായി. അപ്പോൾ ഫീൽ മാളി മുസന്ന മുദക്കർ ഗായിബ്. ദഹബ അവൻ പോയി, ദഹബ അവർ രണ്ടാളും പോയി. ഞാൻ അതിൻ്റെ ജമോ ദഹബൂ അവരെല്ലാവരും പോയി. അപ്പോൾ അതെന്താണ്? ജം ഫീൽ മാളി ജം മുദക്കർ ഗായിബ്. ഇനി അതിൻ്റെ മുഫ്രദ് മുത്തകല്ലിം എന്താണ്? ദഹബത്തു. അതൊന്ന് സൊർഫാക്കിയാലോ നമുക്ക്. ദഹബ ദഹബ ദഹബു, ദഹബത്ത് ദഹബത ദഹബന, ദഹബത്ത ദഹബത്തുമ ദഹബത്തും, ദഹബത്തി ദഹബത്തുമ ദഹബത്തുന്ന, ദഹബത്തു. അതാണ് കേട്ടോ ദഹബത്തു. അതാണ് മുഫ്രദ് മുത്തകല്ലിം. അതെന്താണ്? ഫീൽ മാളി മുഫ്രദ് മുത്തകല്ലിം. ഓക്കെ. ഇനി നമ്മൾ തലബീന അല്ലേ? തലബീന നീ ഒരു പെണ്ണ് കളിക്കുന്നു. അതിൻ്റെ മുസന്നയും അതിൻ്റെ ജമ്മും അതിൻ്റെ മുഫ്രദ് മുത്തകല്ലിമും വേണ്ടേ അല്ലേ? ഇതെന്താണ്? തലബീന എന്നുള്ളത് എന്താ? ഫിയൽ മുലാരി മുഫ്രദ് മുഅന്നസ് ഹാദിർ അല്ലേ? അപ്പം ഇനി ഫിയൽ മുലാരി മുസന്ന മുഅന്നസ് ഹാദിറാണ് കിട്ടേണ്ടത്. തലബീന തലബാനി തലബന. തലബാനി നിങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ കളിക്കുന്നു. മുസന്ന ഫീൽ മുലാരി മുസന്ന മുഅന്നസ് ഹാദിർ. തലഅബന തലഅബീന തലഅബാനി തലഅബന. ഫീൽ മാളി ജംഅ മുഅന്നസ് ഹാദിർ അല്ലേ? അപ്പം ഇനി അതിൻ്റെ മുഫ്രദ് മുത്തകല്ലിം എന്താ വരിക? അലഅബു ഞാൻ കളിക്കുന്നു. നമുക്കതൊന്ന് സൊർഫാക്കിയാലോ. യലഅബു യലഅബാനി യലഅബൂന, തലഅബു തലഅബാനി യലഅബന, തലഅബു തലഅബാനി തലഅബൂന, തലഅബീന തലഅബാനി തലഅബന. ഇനിയാണ് നമ്മളെ സാധനം എന്ത്? അലഅബു ഞാൻ കളിക്കുന്നു. അതെന്താ? ഫീൽ മുലാരി മുഫ്രദ് മുത്തകല്ലിം. ഇനി നമുക്ക് ഈ പേപ്പറിൽ ഇവിടെ വഖഫിൻ്റെ അടയാളങ്ങൾ വന്നിട്ടുണ്ട്. വഖഫ് ഔല അല്ലേ? ഖീല എന്നുള്ളത് വഖഫ് ഔല നമ്മൾ മറ്റേ പേപ്പറിൽ വിശദീകരിച്ചല്ലോ. ജീമ് വഖഫ് ജായിസ് ജ അല്ലേ? വഖഫ് ക ഔല ല. വഖഫ് മുത്തലഖ് മുത്ത് ത്വാ എന്താണ്? വഖഫ് മുത്തലഖ് അല്ലേ? വഖഫ് ചെയ്യാം, നിരുപാധികം വഖഫ് ചെയ്യാം. ഇനി അടുത്തത് അൽ വസുലു ഔല സ്വില അല്ലേ? സ്വില അഥവാ ചേർത്ത് ഓതലാന്നുള്ളത് നേരത്തെ നമ്മൾ വിശദീകരിച്ചല്ലോ. ഇനി വഖഫ് മുജവ്വസ്. മുജവ്വസ് അസ് സായി കണ്ട് മനസ്സിലാക്കണം. അവിടെ നമ്മൾ ചേർത്ത് ഓതലാണ് നല്ലത്. ഇനി ലാ എന്നുള്ളത് അവിടെ ലാ തക്കിഫ് നിർത്തരുത് എന്നാണ് അല്ലേ? അപ്പോൾ നമ്മളിതിലൊക്കെ ഈ അടയാളങ്ങൾ ഈ പറഞ്ഞ അടയാളങ്ങൾ വെച്ചിട്ട് വേണം ഇതൊക്കെ ട്രാക്ക് ചെയ്യാൻ. ചിലപ്പോൾ നമ്മളിതൊക്കെ ചിലപ്പോൾ മറന്നു പോയി എന്ന് വരും കേട്ടോ. ഇപ്പോൾ നമ്മൾ വഖഫ് ആവൂല കാഫ് ലാമ് അങ്ങനെ ഓരോന്നും നമ്മൾ പറഞ്ഞ പോലെ ആ ട്രാക്ക് ചെയ്ത് കൊണ്ട് നമ്മൾ ആ ട്രിക്ക് വെച്ച് പഠിച്ചു പോകണേ. റെഡിമെയ്ഡ് പഠിച്ചു പോയി മിക്കവാറും അത് മറക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ചോദ്യോത്തരം എഴുതാനാണ് കേട്ടോ. ഖറജു കാനു സഅലു അയ്യു അഫ്ആലിനാദി. ഇത് ഏത് ഫീല? കുല്ലുഹ അഫ്ആലുൻ മാളിയ ലിൽ ജംഅ മുദക്കർ. ഇത് ഫീൽ മാളി ജംഅ മുദക്കർ ഗായിബാണ് അല്ലേ? ഇതെല്ലാം ഫീൽ മാളി ജംഅ മുദക്കർ ഗായിബായ ഫീലുകളാണ്. തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുന്നില്ലെങ്കിൽ പകരം 4 തവണ ചൊല്ലേണ്ടുന്ന ദിക്ർ ഏതാ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലേ? നമ്മൾ നിസ്കാരം കഴിഞ്ഞ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ അല്ലാഹു അക്ബർ പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ ചൊല്ലും. ഇവിടെ എന്ത് ചെയ്യുക? അല്ലാഹു അക്ബറിന് മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്താൽ മതി കേട്ടോ. ഇനി ആറാമത്തെ നുറത്തിബ് നമുക്ക് ക്രമത്തിലാക്കാനാണ്. അൽ മാഹിറു ഫിൽ ഖുർആനി മാ സഫറത്തിൽ കിറാമിൽ ബററ അല്ലേ? അൽ മാഹിറു ഫിൽ ഖുർആനി മാ സഫറത്തിൽ കിറാമിൽ ബററ. ഖുർആനിൽ നൈപുണ്യം നേടിയ ആൾ അഥവാ ഖുർആൻ അടിപൊളിയായിട്ട് പഠിച്ച ആൾ സഫറത്ത് എന്ന ബഹുമാനികളായ മലക്കുകളുടെ കൂടെയായിരിക്കും അല്ലേ? ഇനി കതബത്തി കതബത്തുമ കതബത്തുന്ന. കതബത്തി നീ ഒരു പെണ്ണ് എഴുതി, കതബത്തുമ നിങ്ങൾ 2 പെണ്ണുങ്ങൾ എഴുതി, കതബത്തുന്ന നിങ്ങൾ പല പെണ്ണുങ്ങൾ എഴുതി. കഞ്ഞോ ഇനി മുഫ്രദ മുത്തകല്ലിം അഥവാ കതബത്തു ഞാൻ എഴുതി, കതബന ഞങ്ങൾ എഴുതി. ആ ക്രമത്തിൽ അവിടെ ആക്കി കൊടുക്കണം. ഇനി വേറെ ഏതൊരു ഫീൽ വന്നാലും മാറ്റി ഇതേമാതിരി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു 14 രൂപം സൊർഫാക്കാൻ കിട്ടണം അല്ലേ? മാളിയും മുലാരിയും അതൊക്കെ ഇൻഷാല്ലാ ഡീറ്റെയിൽ ആയിട്ട് സിമ്പിളായ രൂപത്തിൽ നമ്മൾ കോഴ്സിൽ വിശദമായിട്ട് പഠിപ്പിക്കണം എന്നാണ് കരുതുന്നത്. തയ്യാറാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഷെഡ്യൂളൊക്കെ. ഇതിൽ നമ്മൾ പെട്ടെന്ന് നിങ്ങളെ പഠിപ്പിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ലിസാന് വിശദമായിട്ട് പഠിക്കണ്ടോയെന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം കുറച്ച് സ്പീഡിലാണ് നമ്മളിത് പഠിപ്പിക്കുന്നത്. കോഴ്സിൽ വളരെ സാവധാനം ലിസാൻ ഈസി ആക്കണം എന്നാണ് പ്ലാൻ. ഇനി നമുക്ക് നുസരിഫു സൊർഫാക്കാൻ നമുക്ക് വേഗം ഒന്ന് നോക്കാം. യുഅല്ലിമു യുഅല്ലിമാനി യുഅല്ലിമൂന, തുഅല്ലിമു തുഅല്ലിമാനി യുഅല്ലിംന, തുഅല്ലിമു തുഅല്ലിമാനി തുഅല്ലിമൂന, തുഅല്ലിമീന തുഅല്ലിമാനി തുഅല്ലിംന അല്ലേ? സാധാരണ യഫ്അലു യഫ്അലാനി യഫ്അലൂന എന്നുള്ളത് ഇവിടെ എന്താവും? യുഫ്ഇലു എന്നുള്ള രൂപത്തിലായിട്ട് വരും. കാരണം ഇത്
സുലാസി മസീദ അഥവാ 3 അക്ഷരത്തേക്കാൾ കൂടുതലുണ്ട്. അതുകൊണ്ടാണ് ഈ രൂപത്തിൽ വന്നത് കേട്ടോ. കാരണം അത് അല്ലമ അഥവാ ഫഅല എന്നുള്ള രൂപമാണ്. ഫഅല യുഫഇലു യുഫഇലു യുഫഇലാനി യുഫഇലുന ആ രൂപമാണ് കേട്ടോ. ഫഅലൻ്റെ അർത്ഥം എന്താണ്? ചെയ്യിപ്പിച്ചു എന്നുള്ള അർത്ഥം. അപ്പോൾ അല്ലമ പഠിപ്പിച്ചു എന്നുള്ള അർത്ഥം വരും. അപ്പോൾ യുഅല്ലിമു പഠിപ്പിക്കും, അവൻ പഠിപ്പിക്കും. യുഅല്ലിമാനി അവർ രണ്ടുപേരും പഠിപ്പിക്കും. ആ രൂപത്തിലുള്ള അർത്ഥം വരും കേട്ടോ. അല്ലാതെ നമ്മൾ ഒരിക്കലും ഇവിടെ യുഅല്ലിമു യാലമാനി യാലമൂന താലമു താലമാനി യാലംന അങ്ങനെ പറഞ്ഞു പോകരുത് മക്കളെ കേട്ടോ. ഇത് സാധാ പോലെ 3 അക്ഷരമുള്ളത് അല്ല അല്ലേ? അത് പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? കോഴ്സിൽ ഇൻഷാല്ലാ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതും ഇതൊന്നും തമ്മിലുള്ള വ്യത്യാസമൊക്കെ സിമ്പിളായിട്ട് ഞങ്ങൾക്ക് പഠിപ്പിക്കണം. ഇനി നമുക്ക് അടുത്തത് വിശദീകരിക്കാനാണ് കേട്ടോ. കൂഫയിലേക്ക് കൊടുത്തയച്ച മുസ്ഹഫിൻ്റെ കൂടെ അയക്കപ്പെട്ട ഇമാമ് ആരാണ്? അബൂ അബ്ദുറഹ്മാനി സലമി. മറ്റേ പേപ്പറിലും വന്നിട്ടുണ്ടല്ലേ. 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാന എഴുത്തുകാരനായിരുന്നു സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. മാതാ കാന ഇസ്മുൽ മദീനത്തി ഖബലൽ ഹിജ്റത്തി യസ്രിബ്. അല്ലേ, ഇത് 3 മുമ്പ് വന്നിട്ടുള്ള ചോദ്യം. അഥവാ ഹിജ്റയുടെ മുമ്പ് മദീനയുടെ പേര് യസ്രിബ് എന്നായിരുന്നു അല്ലേ. 3 മുമ്പ് വന്നിട്ടുള്ളതാണ് പേപ്പറുകളിൽ. ഇനി നമുക്ക് അറബിയാക്കാനാണ് കേട്ടോ. ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും ശാന്തരാവുകയും ചെയ്യുക. വ ഇദാ ഖുരിഅൽ ഖുർആൻ, ഖുർആൻ ഓതപ്പെട്ടാൽ ഫസ്തമിഊ ലഹു, നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കുക. വ അൻസിതു, നിങ്ങൾ നിശബ്ദരാവുക അഥവാ വർത്താനം പറയരുത്. 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ 10 വർഷം ജീവിച്ചു. ആഷൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു. ഫിൽ മദീനത്തി, മദീനയിൽ 10 സിനീന 10 വർഷം. ഇനി നമുക്ക് അടുത്തത് പൂരിപ്പിക്കാനാണ് കേട്ടോ. വല്ലുഹ മുതൽ അന്നാസ് വരെയുള്ള സൂറത്തുകളുടെ അവസാനം തക്ബീർ ചൊല്ലൽ സുന്നത്താണ് അല്ലേ. അഹ്ലുൽ മദീനത്തി കാനു യുറഹിബൂന ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന യഖ്ദുമുൽ മദീന. ഇനി നമുക്ക് അർത്ഥം എഴുതാനാണ്. കാരണം അത് വേറെ പ്രത്യേകിച്ച് വിശദീകരിക്കാമെന്നുള്ളല്ലോ. ഇടയിൽ പൂരിപ്പിക്കാനുള്ളത് കിട്ടണമെങ്കിൽ നമ്മൾ വരികൾക്കിടയിൽ ബുക്കിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് പഠിക്കണം. പ്രത്യേകിച്ച് അഹ്ലുൽ മദീനത്തി കാനു യുറഹിബൂന അതൊക്കെ നല്ല സാധ്യത ഉള്ളതാണ് കേട്ടോ. സിമ്പിളായിട്ട് പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ എങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇടയിൽ പൂരിപ്പിക്കാനുള്ള ഇങ്ങനത്തതൊക്കെ വരുമ്പോൾ നമ്മൾ പാഠങ്ങൾക്കിടയിലുള്ളത് കൃത്യമായിട്ട് നമുക്കൊരു ബൈഹാർട്ട് പോലെ നമുക്ക് കിട്ടണം കേട്ടോ. അഥവാ ശ്രദ്ധിച്ച് പാഠഭാഗം ഫുള്ള് വായിക്കുക വേണം നമുക്ക്, എന്നാലേ അത് കിട്ടുള്ളൂ. കാരണം ഇതുപോലെ പൂരിപ്പിക്കാനുള്ള ചിലപ്പോൾ ഇതേ ചോദ്യം തന്നെ ആയിക്കോണമെന്നില്ല. അപ്പോൾ 4 മാർക്ക് പോയ ടോപ്പ് പ്ലസ് പോയല്ലോ, അപ്പോൾ അത് മിസ്സായിരുന്നു മക്കളെ കേട്ടോ. ഇനി നമുക്ക് വാക്കർത്ത ഇതാണ്. ഐക്കല ഉണർത്തി, യക്കില ഉണർന്നു, ഐക്കല ഉണർത്തി. മുസ്തമിവൻ ശ്രദ്ധിച്ച് കേൾക്കുന്നവൻ, സമിയ കേട്ടു, ഇസ്തമ ശ്രദ്ധിച്ച് കേട്ടു, മുസ്തമിവൻ ശ്രദ്ധിച്ച് കേൾക്കുന്ന ആൾ. ഇസ്തമ കേൾക്കാൻ വേണ്ടി തേടിയെന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് കേൾക്കാനാണ് കേട്ടോ. നമ്മൾ ഈ പേപ്പറും പൂർത്തിയായി. നമ്മൾ അവസാനത്തെ പേപ്പറാണ് തോന്നുന്നുണ്ടല്ലേ ഇതിൽ. ഇൻഷാല്ലാ അതിലേക്ക് കിടക്കാം. നമ്മൾ അതിലും ഇതിലും മറ്റേതിലും ഒക്കെ പാടുള്ളത് കമ്പയർ ചെയ്തിട്ട് നോക്കണം. ടോപ്പ് പ്ലസ് നമുക്ക് ഇൻഷാല്ലാ ഉറപ്പിക്കാം. 4ാമത്തെ പേപ്പറിലും നമുക്ക് ഒന്നാമതുള്ളത് യോജിപ്പിക്കാനാണ്. മിസ്ലുൽ ബദരി അല്ലേ, ചന്ദ്രനെ പോലെയാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ദുറൂസന ഞങ്ങളുടെ പാഠത്തെ, നെദറുസു ഞങ്ങൾ പഠിക്കും. മാലി മാറൂഫ് മുഫ്രദ്, അതിൻ്റെ ഉദാഹരണമാണെന്ത്? ഒസല. ഒസല എന്ന് പറഞ്ഞാൽ എന്താ? അവൻ കുളിച്ചു. അവൻ എന്ന് പറഞ്ഞാൽ ഒരാളല്ലേ, അതാണ് മുഫ്രദ്. കുളിച്ചു എന്നാണ്, കുളിക്കപ്പെട്ടു എന്നല്ല, അതുകൊണ്ടാണ് മാറൂഫ്. കുളിച്ചു കഴിഞ്ഞല്ലേ, അതുകൊണ്ടാണ് മാലി കേട്ടോ. മാലി മാറൂഫ് മുഫ്രദാണ് അല്ലേ. ഇനി ഹഫറ ബിഅറ സംസമ, സംസം കിണറിനെ കുഴിച്ചു. ആരാ കുഴിച്ചത്? ജിബ്രീൽ അലൈഹിസ്സലാമാണ് അല്ലേ. ഇനി മുസന്ന മുദക്കർ എന്ത്? ഖറജ. ഖറജ എന്നുള്ളത് എന്താണ്? മുസന്ന മുദക്കർ. കൃത്യമായിട്ട് പറഞ്ഞാൽ ഫീല് മാലി മുസന്ന മുദക്കർ ഗായിബ്, അഥവാ അവർ 2 പേരും പുറപ്പെട്ടു. ആണുങ്ങൾ കേട്ടോ, അവർ 2 ആണുങ്ങളും പുറപ്പെട്ടു അല്ലേ. ഇനി ഹംസ് എന്നുള്ളത് എന്താ? ഒരു സിഫത്താണ് അല്ലേ. ഇനി നമുക്ക് ശരി വേർതിരിക്കാനാണ്. അഷ്ഹറു സാമിനു, ഹിജറ കലണ്ടറിലെ 8ാമത്തെ മാസം ഏതാണ്? ഷഅബാനാണ് അല്ലേ. ദാരിസൂന എന്നുള്ളതിൻ്റെ എന്ന് വെച്ചാൽ വിദ്യാർത്ഥികൾ. യുസല്ലിമൂന അവർ സലാം പറയും അല്ലേ. അവിടെ യുസല്ലിമൂന എന്ന് പറയും. വിദ്യാർത്ഥികൾ ആണുങ്ങളാണ്, അപ്പോൾ യുസല്ലിമൂന അവർ സലാം പറയും. തുസല്ലിമൂന എന്ന് പറയുമ്പോഴോ അവരെല്ലാ പെണ്ണുങ്ങളും സലാം പറയും, അല്ലെങ്കിൽ നിങ്ങളെല്ലാ ആണുങ്ങളും സലാം പറയും എന്നാണ് കിട്ടുക. ഇവിടെ അത് ചേരൂലല്ലോ. അല്ലെങ്കിൽ യുസല്ലിമാനി ആകുമ്പോഴോ അവർ 2 ആണുങ്ങളും സലാം പറയും, അതും ശരിയാവില്ല. അപ്പോൾ യുസല്ലിമൂന അദാരിസൂന വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ ആണല്ലേ, അപ്പോൾ വിദ്യാർത്ഥികൾ യുസല്ലിമൂന അവരെല്ലാവരും സലാം പറയും.
തുസല്ലിമൂന നിങ്ങളെല്ലാ ആണുങ്ങളും സലാം പറയും. അതിൽ വേറെ എന്തോ ഒരു അർത്ഥം നമ്മൾ പറഞ്ഞോണ്ടല്ലേ, അങ്ങനെയാണെങ്കിൽ അത് തിരുത്തണം കേട്ടോ. 3 ഹംസത്തുൽ ഖത്ത് ഏത് റബ്ബന ഇഫ്തഹ് ഹംസത്തുൽ വസല. കാരണം റബ്ബന ഇഫ്തഹ് എന്ന് എപ്പോഴും പറയില്ല, റബ്ബന ഇഫ്തഹ് എന്നേ പറയുള്ളൂ. വഖുൽന ഉദ്ഖുലു എന്ന് എപ്പോഴും പറയില്ല, വഖുൽന ദുഖുലു എന്നേ പറയുള്ളൂ. അപ്പോൾ അവിടെ കൃത്യമായിട്ട് എപ്പോഴും പറയണത് അഹ്മദ് കേട്ടോ, ഇസ്മുഹു അഹ്മദ്. അവിടെ ഒരിക്കലും ഇസ്മുഹു അഹ്മദ് എന്ന് പറയില്ല, ആ ഹംസ എപ്പോഴും അവിടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അത് ഹംസത്തുൽ ഖത്ത് ആണ് കേട്ടോ. ഇനി നമ്മൾ വിശദീകരിക്കാനാണ് ഹംസത്തുൽ വസൽ. ചേർത്തി വായിക്കുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ ആ വാക്ക് തുടങ്ങുന്നത് ആ ഹംസ കൊണ്ടാണെങ്കിൽ വരുന്നതുമായ ഹംസക്കാണ് ഹംസത്തുൽ വസൽ എന്ന് പറയാം അല്ലേ. ഉദാഹരണമായിട്ട് ഇഫ്തഹ് എന്ന് പറഞ്ഞാൽ അവിടെ ആ ഹംസ കേട്ടു. എന്നാൽ റബ്ബനഫ്തഹ് എന്ന് പറയുമ്പോഴോ ഈ കൊണ്ടാണ് തുടങ്ങിയത്, അല്ല റബ്ബന എന്നുള്ളതുകൊണ്ടാണ് അവിടെ തുടങ്ങിയത്. അങ്ങനെയാണെങ്കിൽ ചേർത്തി വായിക്കുമ്പോൾ ആ ഹംസനെ അവിടെ പറയണില്ല. തൊട്ട് മേലത്തെ ഉദാഹരണം അല്ലേ. ഇനി ഫിയല് മാതി എന്ന് പറഞ്ഞാൽ എന്താ, കലിമത്തുൻ തദുല്ലു അലാ ഹുദൂസി ഫീലിൻ ഫീ സമാനിൽ മാതി. കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരു പ്രവർത്തനം സംഭവിച്ചു എന്നതിൻ്റെ മേൽ അറിയിക്കുന്ന ഒരു വാക്കാണ് എന്ത്, ഫിയല് മാതി കേട്ടോ. ഇനി സക്ത എന്ന് പറഞ്ഞാൽ എന്താ, ശ്വാസം വിടാൻ വേണ്ടി. നമുക്കതിൻ്റെ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഷെരിബ എന്ന് പറഞ്ഞാൽ കുടിച്ചു എന്നുള്ളത് കുടിച്ച് കഴിഞ്ഞുകൊണ്ടല്ലേ. ഇപ്പോൾ നമ്മൾ രാവിലെ ചായ കുടിച്ച് കഴിഞ്ഞില്ലേ, രാവിലെ എന്നുള്ളത് കഴിഞ്ഞ കാലമാണ്. അപ്പോൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരു പ്രവർത്തനം നടന്നു. പ്രവർത്തനം എന്ന് പറയുമ്പോൾ മല മറിച്ചുള്ള പണിയൊന്നും വേണ്ട, ചായ കുടിക്കുക എന്നുള്ളത് എന്താണ്, ഒരു പ്രവർത്തനമാണ് കേട്ടോ. അപ്പോൾ അത് ഫീല് മാതിയാണ്. ഇനി മൂന്നാമത്തേത് സക്ത എന്ന് പറഞ്ഞാൽ എന്താ, ശ്വാസം വിടാൻ അല്പം അടങ്ങി ഓതുന്നതിനാണ് സക്ത എന്ന് പറയാം കേട്ടോ. ശ്വാസം വിടാതെ ഇതിൽ 10-35 ഗ്രീൻ ലൈൻ ഉണ്ട് കേട്ടോ. ഞാൻ പിന്നീട് ഇത് പറഞ്ഞിട്ടാണ് ഞാൻ ആലോചിച്ചത്. ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതുന്നതിനാണ് എന്ത് പറയുക, സക്ത എന്ന് പറയാം അല്ലേ. ശ്വാസം വിടാൻ വേണ്ടി നിർത്തുന്നതിനോ അത് വഖഫാണ് അല്ലേ. ഇനി നമുക്ക് സൊറഫാക്കാനാണ് കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഏതൊക്കെയാണ് നോക്കാം. തദറുസു അഥവാ ഫിഅൽ മുളാരി മുഫ്രദ് മുദക്കർ ഹാലർ മുതലാണ് നമുക്ക് സൊറഫാക്കാനുള്ളത്. മുഅന്നസും തദറുസു തദറുസാനി തദറുസൂന. ഇനി അതിൻ്റെ മുഅന്നസ് ഹാലർ തദറുസീന തദറുസാനി തദറുസ്ന അല്ലേ. ഇനി യക്തുബു എന്നുള്ളത് എന്താ, ഫിഅൽ മുളാരി മുഫ്രദ് മുദക്കർ ഗായിബ് മുതൽ ജംഅ് മുഅന്നസ് ഗായിബ് വരെ നമുക്കുള്ളത് കേട്ടോ. യക്തുബു യക്തുബാനി യക്തുബൂന, തക്തുബു തക്തുബാനി യക്തുബന അല്ലേ. ഇനി ജലസ ഇത് ഏതുവരെ ഉണ്ട്, ഫിഅൽ മാദി മുഫ്രദ് മുദക്കർ ഗായിബ് മുതൽ ഫിഅൽ മാദി അതിൻ്റെ ജലസ്ന അവസാനത്തെ ജലസ്ന അതെന്താ, ഫിഅൽ മാദി ജംഅ് മുഅന്നസ് ഗായിബ് വരെ 6 അല്ലേ. ജലസ ജലസ ജലസു ജലസത്ത് ജലസത്ത ജലസ്ന അല്ലേ. ഇതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കാര്യമൊന്നും അറിയില്ല. പക്ഷേ അതൊക്കെ നമ്മളെ കോഴ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കണം. ഇവിടെ പഠിപ്പിക്കുമ്പോൾ എന്തായാലും വീഡിയോ ലെങ്ത് ഒരുപാട് കൂടും. ഇനി റത്തീബ് നമുക്ക് ക്രമത്തിലാക്കാനാണ് കേട്ടോ. കലാമുൻ ഖദീമൻ ലാ യുമല്ലു സമാവുഹു അല്ലേ, കഴിഞ്ഞ പേപ്പറും വന്നതാണ്. അല്ലാഹുമ്മ നവ്വിർ ബി കിതാബിക ബസ്വരി വ അത്ലിക് ബിഹി ലിസാനി അല്ലേ. ക്രമപ്പെടുത്തുക, വേറെ വിശദീകരിക്കാനൊന്നുമില്ലല്ലോ, നമ്മൾ പഠിക്കുന്ന വേണം കേട്ടോ. അപ്പോൾ ഒന്നിരുന്ന് പഠിച്ചിട്ട് ബാക്കി കാണാൻ നല്ലത്, അല്ലെങ്കിൽ ഒന്ന് ഓർത്ത് വെക്കുക, ബുക്കിൽ വെച്ച് പഠിക്കണം. ഇനി നമുക്ക് ചോദ്യത്തരാണ്. പതിവായി ഓതൽ സുന്നത്തുള്ള ആയത്തുകൾ ഏതൊക്കെയാണ്? ആയത്തുൽ കുർസി, ആമന റസൂലു, ലവ് അൻസൽന 99 അതിൻ്റെ അപ്പുറം ഉറപ്പുള്ള ചോദ്യമാണ്. ഹൃദയം പൊളിഞ്ഞ വീട് പോലെയാണ് ആരുടെ, അല്പമെങ്കിലും ഖുർആൻ മനഃപ്പാഠമില്ലാത്തവരുടെ. വഖഫിൻ്റെ പ്രാധാന്യത്തെ വ്യക്തമാക്കുന്ന ആയത്ത് ഏതാണ്? വറത്തിലിൽ ഖുർആന തർത്തീല എന്ന ആയത്തല്ലേ. ഖുർആനിനെ ഒരു ഗ്രന്ഥമാക്കിയത് ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മക്കക്കാരനായ ഖാരി ആരാണ്? അബ്ദുല്ലാഹിബ്നു കസീർ റളിയല്ലാഹു അൻഹു. ഇനി നമുക്ക് മാളിയും മുളാരിയും വേർതിരിക്കാനാണ് കേട്ടോ. ഹഫറ എന്താ, ഹഫറ പറഞ്ഞാൽ കുയിച്ച് കഴിഞ്ഞില്ലേ, അത് ചെയ്ത് കഴിഞ്ഞല്ലോ, അപ്പോൾ എന്താണത്, മാളിയാണ്. യക്തുബു എഴുതും എന്നാണ്, അപ്പോൾ എഴുതിയിട്ടില്ല, അപ്പോൾ അതെന്താണ്, മുളാരിയാണ്. യക്സിബു ജോലി ചെയ്യും, അധ്വാനിക്കും, അത് ചെയ്യാൻ നിൽക്കണുള്ളൂ, അതുകൊണ്ടത് മുളാരിയാണ്. ജലസ ഇരുന്ന് കഴിഞ്ഞില്ലേ, അപ്പോൾ അത് മാളിയാണ്. യക്കില ഉണർന്നു കഴിഞ്ഞല്ലോ, അതുകൊണ്ടത് മാളിയാണ്, ചെയ്ത് കഴിഞ്ഞു. തഅല്ലമ പഠിച്ചു, അതെന്താ, മാളി ചെയ്ത് കഴിഞ്ഞല്ലോ അല്ലേ.
ഇനി നമുക്ക് പരിഭാഷപ്പെടുത്താനാണ് കേട്ടോ. അദ്ദാരിസു യർജിഉ മിനൽ മദ്രസത്തി മസാഅൻ. വൈകുന്നേരം വിദ്യാർത്ഥി മദ്രസയിൽ നിന്ന് മടങ്ങും. അദ്ദാരിസു വിദ്യാർത്ഥി, യർജിഉ അവൻ മടങ്ങും, മിനൽ മദ്രസത്തി മദ്രസയിൽ നിന്ന്, മസാഅൻ വൈകുന്നേരം. ഖൈറുക്കും മാൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്തവരാണ്. ഖൈറുക്കും നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ ആരാണ്? ആരാണ്? തഅല്ലമൽ ഖുർആന ഖുർആനെ പഠിച്ചു, വഅല്ലമഹു അതിനെ പഠിപ്പിക്കുകയും ചെയ്തവരാണ്. ഇനി നമുക്ക് വാക്കർത്താണ് കേട്ടോ. ജലസ ഇരുന്നു, ഹഫറ കുയിച്ചു, ഹലീബുൻ പാല്, ജരീദത്തുൻ പത്രം. അല്ലേ, നമ്മൾ 4 പേപ്പറും കവർ ചെയ്തു ഇൻഷാ അല്ലാ. ഇതും അതോടൊപ്പം തന്നെ ബുക്കിലെ ഓരോ വരികൾക്കിടയിലും നോക്കണം. ടോപ്പ്ലസ് ഇൻഷാ അല്ലാ ഉറപ്പിക്കണം. ഇൻഷാ അല്ലാ കോഴ്സിൽ വിശദമായ പഠനം ഇൻഷാ അല്ലാ ഉണ്ടാവും. പേപ്പറിൽ റിവിഷനിൽ ഇത്രയല്ല നമുക്ക് കഴിയുള്ളൂ. വീഡിയോ ഒരുപാട് ലെങ്ത് കൂടും. അല്ലാഹു ടോപ്പ്ലസ് നൽകട്ടെ ഇൻഷാ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും.